ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. നിറമേഴുന്നൊരു പീലി തിരുമുടി തൊഴുന്നേൻ, വിരവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേൻ, തിലകത്താലഴകേറും തിരുനെറ്റി തൊഴുന്നേൻ, സ്മരചാപമടികൂപ്പും പുരീകം കൈത്തൊഴുന്നേൻ. ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സരസീജായത ചാരു തിരുമിഴി തൊഴുന്നേൻ, തിലസൂനത്തിലും നല്ല തിരുനാസ തൊഴുന്നേൻ, രുധിരാഭ കലർന്നിടും അധരം കൈത്തൊഴുന്നേൻ, കദനം മുത്തിനേകുന്ന രദനം കൈത്തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. മൃദുഹാസാഞ്ചിതമായ വദനം കൈത്തൊഴുന്നേൻ, വനമാല വിളങ്ങുന്ന ഗളകണ്ഠം തൊഴുന്നേൻ, പരമം കൗസ്തുഭം മിന്നും ഉരസ്സു കൈത്തൊഴുന്നേൻ, സുരുചീരം വിളങ്ങുന്ന മാറിടം കൈത്തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സരസീജോദ്ഭവൻ വാണ വരനാഭി തൊഴുന്നേൻ, കടകം മിന്നിടും കൈകൾ അടിയൻ കൈ തൊഴുന്നേൻ, അഖണ്ഡമായി പ്രകാശിക്കും നഖപംക്തി തൊഴുന്നേൻ, അഴകേറും തുടരണ്ടും വഴി പോലെ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, അഴലെല്ലാം ഒഴിഞ്ഞിടാൻ കഴലീണ തൊഴുന്നേൻ, മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ, അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേൻ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം, രാധാസഹായമതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാന്ദിശി വിരാജതേ, തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാധിരധിയാ. ഗുഹായിരപ്പാ ശരണം. വാഗീഷാദ്യാസ്സു മനസഃ സർവാർത്ഥാനാമുപക്രമേ, യന്നത്വാ
ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട്, സജ്ജനങ്ങളുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവതാമൃതത്തിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിക്കാൻ നമുക്ക് അവസരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ മധുരമായ മധുരാലീലകളാണ് പറയേണ്ടത്. ഭഗവാന്റെ എല്ലാ ലീലകളും മധുരമായതാണ്. അതിലും മധുരമായതാണ് മധുരാലീലകൾ. ഒന്ന് ഓർപ്പിച്ചു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മധുരമായതാണ് മധുരാലീല എന്ന് അർത്ഥം. വൃന്ദാവനവാസികളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഭഗവാൻ മധുരയിലേക്ക് അക്രൂരൻ്റെ കൂടെ യാത്രയായത്. ഗോവിന്ദ ദാമോദര മാധവ എന്ന് പൊട്ടിക്കരയാനല്ലാതെ വേറെ ഒന്നിനും സാധിച്ചില്ല. വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. ഗോപിമാർ മാത്രമല്ല, വൃന്ദാവനവാസികളെ മുഴുവൻ, എന്തിന്, വൃക്ഷങ്ങളെപ്പോലും പക്ഷികളെപ്പോലും മൃഗങ്ങളെ പശുക്കളെ പോലും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ്, വൃന്ദാവനവാസികളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അക്രൂരൻ്റെ കൂടെ യാത്രയായത്. ആ യാത്ര നോക്കി നിൽക്കാനല്ലാതെ വേറെ ഒന്നിനും സാധിച്ചില്ല ഗോപിമാർക്ക്. ഗോവിന്ദ ദാമോദര മാധവ എന്ന് കരയാനല്ലാതെ വേറെ ഒന്നിനും സാധിച്ചില്ല. പിന്നെ മധ്യാഹ്ന സമയമായി കഴിഞ്ഞപ്പോൾ മാധ്യാഹ്നികം നടത്താനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ രാമകൃഷ്ണന്മാരോട് നിങ്ങൾക്ക് എന്താ കാലത്തന്നെ ഉണ്ടായിട്ടില്ല, എന്നിട്ടല്ലേ ഉച്ചയ്ക്കുള്ള കാര്യം എന്നുള്ള ഭാവത്തിലാണ്. എന്നാൽ ഞാൻ കുളിച്ചു വരാമെന്നുള്ള ഭാവത്തിൽ അദ്ദേഹം വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് രാമകൃഷ്ണന്മാർ വെള്ളത്തിൽ. ഇവർ വെള്ളത്തിൽ ചാടിയോ? മുകളിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അവിടെയുണ്ട്. വീണ്ടും മുങ്ങി നോക്കുമ്പോഴാണ് അനന്തപത്മനാഭനായിട്ട് ദർശനം കൊടുത്തത്. എല്ലാം മറന്നങ്ങോട്ട് നമസ്കരിച്ചു. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. താൻ ഈ വൃന്ദാവനത്തിൻ്റെ ഹൃദയത്തെ കൊണ്ടുപോയിട്ട് കംസന് കൊല്ലാൻ കൊണ്ടുകൊടുക്കുകയാണല്ലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ധനുര്യാഗം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണന്മാരെ ഇവിടുന്ന് കൊണ്ടുപോവുക, ഗോരസങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗോപന്മാരെ ക്ഷണിക്കുക, കൂടെ രാമകൃഷ്ണന്മാരെ കൊണ്ടുപോകുകയാണല്ലോ ഉദ്ദേശം. അവിടെ കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യാനുള്ള ഉദ്ദേശം. അതിൻ്റെ ചെറിയൊരു വിഷമം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ തീർന്നു കിട്ടി. നിസ്സാരക്കാരല്ല, ഒന്നുകൂടി ബോധ്യമാക്കി കൊടുത്തു ഭഗവാൻ. അനന്തപത്മനാഭനായിട്ടുള്ള ദർശനം കിട്ടിയപ്പോൾ ഭഗവാനെ വീണ് നമസ്കരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറി എന്തെങ്കിലും അത്ഭുതം കണ്ടോ ചോദിച്ചു. കാരണം രോമാഞ്ചമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണേ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, കൃഷ്ണൻ ചോദിച്ചു, അതേ അക്രൂരഭ വല്ല അത്ഭുതം കണ്ടോ വെള്ളത്തിൽ? വല്ലാത്ത രോമാഞ്ചം. അല്ല, വെള്ളത്തിന് തണുപ്പ് ആയതുകൊണ്ട് തന്നെയാണോ അതോ രോമാഞ്ചം എങ്ങനെയാണ്? നിങ്ങളെയൊക്കെ കാണുന്നേക്കാളും വലിയ അത്ഭുതം ലോകത്തിൽ ഉണ്ടോ? ഗുണാതീതനായിട്ടുള്ള ജന്മാദ്യസ്യയത യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതാനി ജീവന്തി യൽ പ്രവിശന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മവിജിജ്ഞാസസ്വ. ജന്മാദ്യസ്യയത എന്നല്ലേ തുടങ്ങിയത്. അങ്ങനെയുള്ള രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതനായിട്ടുള്ള ആ ഭഗവാനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതന്നെ അത്ഭുതമായിട്ടുള്ളത്. ഭഗവാന്റെ സകല ലീലകളും അത്ഭുതമായതുകൊണ്ടാണല്ലോ താം അത്ഭുതം ബാലകമംബുജേ ക്ഷണം. ബാലകനായിട്ടല്ലേ ഭഗവാൻ വന്നത്. കുട്ടികൾക്ക് പോലും ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ കുട്ടികളായിട്ടുള്ള നമ്മളെപ്പോലുള്ളവർക്ക് പോലും ബാലേഭ്യോപി കം ദദാതി സ ബാലക. ആനന്ദം നൽകിക്കൊണ്ടല്ലേ ഭഗവാന്റെ ദിവ്യമായ യാത്ര. ഒന്നും പറയാനില്ല. എന്തായാലും മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉപവനത്തിൽ ഇറക്കി വിട്ടോളൂ എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ഗൃഹത്തിൽ നിന്ന് പറഞ്ഞ ഒരുപാട് പണികൾ വേറെ ഉണ്ട്. എന്താ അമ്മാവനെ കൊല്ലണം, അങ്ങനെ കുറേ പണികളുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള ഭാഗത്ത് യാത്രയാക്കുന്നു. കുറച്ചൊരു ദിവസമോ അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെയാണ് ഭഗവാനായിട്ട് പ്രത്യക്ഷമായിട്ട് അടുപ്പമുള്ളൂ അക്രൂരനെ. എന്നാൽ നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഭഗവാനെ വിട്ടാണ്ട് പോകാൻ പറ്റുന്നില്ല, എന്നാലും യാത്രയാക്കി വരാം, ഗൃഹത്തിലേക്ക് വരാം. ആരാണ് ഭഗവാൻ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ദേവദേവനാണ് ഭഗവാൻ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വീണ്ടും നമസ്കരിച്ചു. യദൂത്തമനായിട്ടുള്ള ഭഗവാന്റെ പദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് അവിടുന്ന് യാത്രയായി. പിന്നെ മധുരാപട്ടണം കാണാനായിട്ട് ഭഗവാൻ സന്ധ്യാസമയമാകുമ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ പുറപ്പെടുന്ന രംഗം മധുരാലീലകളാണ്. ഭഗവാന്റെ ലീലകളുടെ ദശമസ്കന്ധത്തിലാണല്ലോ ഇപ്പോൾ ഈ ലീലകളൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ ലക്ഷണം? നിരോധമാണ്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി മഹർഷി പറയണ്ടല്ലോ. ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പറഞ്ഞാൽ. അത്
ഇതിനു മുമ്പ് വേറെ ചില നിർവചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അതല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഇതും ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എല്ലാത്തിൻ്റെയും ആന്തരികമായിട്ടുള്ള അർത്ഥം ഒന്ന് തന്നെ, ചിത്തവൃത്തി നിരോധം തന്നെ. ലൗകിക വൈദിക കർമ്മങ്ങളുടെ ന്യാസമാണ് നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈദികമെന്നോ ലൗകികമെന്നോ ഭേദബുദ്ധിയില്ലാത്ത എല്ലാ കർമ്മപ്രാരബ്ധങ്ങളും കർമ്മങ്ങളും നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു. ഈ മധുരമായ കൃഷ്ണകഥകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സഞ്ചരിക്കണം? ഭഗവത് കഥകൾ കേൾക്കല്ലേ, അതന്നെ എങ്ങനെ കേൾക്കണം? അത് ഭാഗവതം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സപ്താഹത്തിന് വന്ന് ഇരിക്കൽ തന്നെ ഒരു കേൾക്കലാണ്. അല്ല, അതെങ്കിലും കഴിയണം. ആദ്യം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കുക. അതിനെന്നെ ആളെ കിട്ടാനില്ല കേട്ടല്ലേ. അത് നാട്ടിലെ ജനസംഖ്യയുടെ കുറവൊന്നുമില്ല. എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വരും. അങ്ങനത്തെ ലൗകികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരും. പക്ഷേ ഏത് കാലത്തും ഇപ്പോൾ വൃന്ദാവനത്തിൽ പോയിട്ട് ആ മധുരമായിട്ടുള്ള വൃന്ദാവന ഭൂമിയിൽ, ദിവ്യമായ പുണ്യമായ വൃന്ദാവന ഭൂമിയിൽ കിടന്നിട്ട് ഉരുളുന്ന ആൾ അക്രൂരനാണ്. ലോകത്തിൽ എന്നും ജനസംഖ്യ ഉണ്ടാവും, പക്ഷേ ഭക്തന്മാരെന്നും വിരളം തന്നെയാണ്. ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. കേൾക്കാറാവണമെങ്കിൽ പുണ്യം വേണം, ഇവിടെ വന്ന് ഇരിക്കാറാവണമെങ്കിൽ പുണ്യം വേണം. കഥ ഹൃദയം കൊണ്ടാണ് ഭാഗവതം കേൾക്കേണ്ടത് അത്രേ. ഈ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേട്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി തീർക്കുക. നല്ല ആശയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വാരിയെടുക്കുക, കൃഷ്ണനെ ഹൃദയത്തിലേക്ക് വാരിയെടുക്കുക. കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആരാ കൃഷ്ണൻ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭാഗവതാണ്. ഭാഗവത് എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്താണ്? ധർമ്മ പ്രോജ്യത കൈതവോത്ര പരമധർമ്മമാണ് എന്ന് പറഞ്ഞാൽ സനാതന, ഒരിക്കലും നശിക്കാത്ത ദിവ്യമായ ധർമ്മം തന്നെയാണ്. പരമഹംസന്മാരുടെ ധർമ്മമാണ്, സംഹിതയാണിതെന്ന്. ഈ ധർമ്മത്തെ വാരിയെടുക്കാൻ ഈ ഇത്രയും മധുരമായത് വേറെ എവിടെ ഉണ്ടെന്ന്? ഈ കൃഷ്ണനെ പോലെയാണ്. പണ്ടൊക്കെ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഇന്നും പലരും പറയാറുണ്ട് അങ്ങനെയൊക്കെ. ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുക വളരെ ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു സാധനം എടുത്താണ് പൊക്കുക. വലിയ കല്ല്, നമുക്ക് 80 കിലോ ആണെങ്കിൽ 100 കിലോ ഉള്ള ഒരു കല്ലെടുത്തിട്ട് പൊന്തിക്കുക, അതാണ് ധർമ്മം എന്നൊക്കെ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുക, അതാണെന്നാണ് വിചാരിക്കാറ്. അല്ല, അങ്ങനെ ഒരു ധാരണ. എന്നാൽ പുതിയൊരു മാനദണ്ഡം, നവീന മാർഗം ഇവിടെ വച്ചിരിക്കുന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർക്കും വന്ന് വാരിയെടുക്കാം, ഇന്ന അളക്കുന്നില്ല. ഏന പ്രകാരേണ മനഃകൃഷ്ണയെ നിവേശി. ഏതെങ്കിലും രീതിയിൽ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ അവർക്കൊക്കെ സദ്ഗതി അത്രേ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഗോപിമാർ കാമുകനായിട്ടാണ് കണ്ടത്. ഭയാൽ കംസൻ ഭയത്തോട് കൂടിയിട്ട് ഭഗവാനെ സ്മരിച്ച് ദിവ്യഗതി നേടാൻ പോകുന്നു. ഇങ്ങനെ പലരും പല രീതിയിൽ ഭഗവാനെ സ്മരിച്ച് ഭഗവത് പദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലായാലും വേണ്ടില്ല. അത്ര കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർക്കും വാരിയെടുക്കാൻ പാകത്തിന് മധുരമായ ഭാവത്തിലാണ് വന്നിരിക്കുന്നതും. സൗന്ദര്യോത്തരത്തോപി സുന്ദരതരമായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ട് വന്നിരിക്കുന്നു. അപ്പം അത്ര എളുപ്പത്തിൽ നമുക്ക് വാരിയെടുക്കാമെന്നർത്ഥം. അങ്ങനെ ഭഗവാനെ വാരിയെടുക്കൽ, ഇവിടെ ഭഗവാൻ അങ്ങോട്ട് ദർശനം കൊടുക്കുക അത്രേ. ഇപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ അങ്ങനെയാണ്, നമ്മളെയും കാണാം. അങ്ങോട്ട് ഇവിടെ വന്നാൽ കാണാട്ടോ, അങ്ങനെയാണല്ലോ. എല്ലായിടത്തും പരസ്യം കൊടുക്കുന്നു. എന്നാ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ വന്നാൽ ഭാഗവത സത്രമാണ്, വന്നോളൂ നമുക്കൊരു ഒരു പരസ്യം കൊടുത്താൽ തന്നെ പണ്ടത്തെ പോലെയാണ്. ഭഗവാൻ എന്താ വരുന്നു, ഭഗവാനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഭഗവാൻ മധുരാവാസികളെ കാണാനായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. സന്ധ്യ ആയപ്പോഴേ എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് ദർശനം കൊടുക്കാന്നുള്ള ഭാവത്തിൽ ശ്രീകോവിലൊക്കെ വിട്ട് ഭഗവാൻ ഇറങ്ങി വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഭാഗവത സ്വരൂപം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നിജലോകം പരിത്യജ്യ ഭഗവാൻ മുരളീധര
തൻ്റെ ലോക്കൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. തൃശ്ശൂരിലൊരു ക്ഷേത്രത്തിൽ ഗംഭീരമായിട്ടുള്ള സപ്താഹം നടക്കുകയാണ്. നിറച്ച ആൾക്കാരുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് തൊഴാൻ ചെന്നപ്പോൾ നടയൊക്കെ അടച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കിളിവാതിലുണ്ട്, ഇടയിൽ കൂടെ നോക്കിയാൽ വിളക്ക് ഇങ്ങനെ കാണാം, വിഗ്രഹമൊക്കെ ഇങ്ങനെ കഷ്ടിച്ച് കാണാത്രേ ഉള്ളൂ. നട തുറന്നില്ലേ? 3 മണിക്ക് തുറന്നു അത്രേ. അദ്ദേഹം സാധാരണ 6 മണിയായിട്ട് തുറക്കാറുള്ളൂ. സപ്താഹ ദിവസങ്ങളിൽ 3 മണിക്ക് നട തുറക്കും. എന്നിട്ടോ അദ്ദേഹത്തിന് ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൂട്ടി തൊട്ട് ശുദ്ധം മാറുന്നൊക്കെയുള്ള വിചാരമൊക്കെ ഉള്ള കുറച്ചൊരു പ്രായമായിട്ടുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് വേഗം പൂജ കഴിച്ച് 5:30 ആവുമ്പോഴേക്കും ഒക്കെ കഴിച്ച് അദ്ദേഹം നട പൂട്ടി പോയി കഴിഞ്ഞു എന്നൊക്കെ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതല്ല, സപ്താഹം ആവുമ്പോഴേ ഭഗവാനെ ശ്രീകോവിലിൽ കാണില്ല എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം വായന തുടങ്ങുമ്പോഴേക്കും നടയൊക്കെ പൂട്ടി ഒക്കെ പൂജയൊക്കെ കഴിച്ചൊക്കെ റെഡിയാക്കി ഇത്രേ. ഇനിയിപ്പോൾ ശ്രീകോവിൽ വിട്ട് ഓടിപ്പോയാലോ? അവിടെ ഭാഗവതം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാവും അദ്ദേഹം നേരത്തെയൊക്കെ പൂജയൊക്കെ കഴിച്ച് പോയിട്ടുണ്ടാവാം. ഇതാ ഭഗവാൻ ഇവിടെ ഇറങ്ങി വരികയാണ് ജനങ്ങളുടെ ഇടയിലേക്ക്. ആ മധുരമാ പട്ടണം കാണാനുള്ള ഭാവത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാടന്മാരായിട്ട് കാട്ടിലിങ്ങനെ നടന്നവരാ. നേരാവണൊരു പട്ടണം കണ്ടിട്ടില്ലേ, വേറെ സ്ഥിരമായിട്ടൊരു വീട് കണ്ടിട്ടില്ലാത്തവരാണ് അത്ര ഗോപന്മാരും കൃഷ്ണനും. ആ ഭാവത്തിലാണ് അത്ര വരുന്നത്. അതിഗംഭീരമായിട്ടുള്ള മധുരാ പട്ടണം, 2 ഭാഗത്തും എന്താ പറയുക, വലിയ വലിയ മണിമാണികളും രാജവീഥി ഒക്കെയായിട്ട് 2 ഭാഗത്തും ജനങ്ങൾ തിക്കിത്തിരക്കി നിൽക്കുന്നുണ്ട്. രാമകൃഷ്ണന്മാർ വരുന്നെന്നുള്ള അവർ വിവരം അറിഞ്ഞു. കൃഷ്ണനെക്കുറിച്ച് നിത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ഭഗവാന്റെ ദിവ്യലീലകൾ നടക്കുമ്പോൾ അന്നന്നിങ്ങനെ ഏതെങ്കിലും രീതിയിൽ വിവരങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ആ ദിവ്യമായിട്ടുള്ള വേഷം കെട്ടി ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ആ രാമകൃഷ്ണന്മാരെ ഒരു നോക്ക് കാണാനായിട്ട് 2 ഭാഗത്തും ജനങ്ങൾ തിക്കിത്തിരക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാനാണെങ്കിൽ കുട്ടികളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്. ഏത് രീതിയിലാണോ അവരൊക്കെ ആഗ്രഹിക്കുന്നത്, അവരുടെ ആഗ്രഹത്തെ സഫലമാക്കി കൊടുത്തുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ കണ്ട് കഴിഞ്ഞാണ്ട് പോവല്ല, കണ്ടവരൊക്കെ ഭഗവാന്റെ പിന്നാലെ. ഒരു തവണ ഭഗവാന്റെ അടുത്ത് ഒരു തവണ ഈ ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ നേരാവണ്ണം കാണാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പിന്നാലെ വരില്ലേ? നേരാവണ്ണം ഭാഗവതത്തിലെ ഒരു ശ്ലോകം സജ്ജനങ്ങളുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി വരുന്നത് കേൾക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആരാ ഇത് വിട്ട് പിരിഞ്ഞു പോവാന്ന്? ബോധമുള്ളവർ ഇല്ല എന്നല്ലേ പറയേണ്ടത്. അപ്പം ഇനി ഭഗവാൻ പിന്നാലെ കൂടി നിത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് സൂതപൗരാണികൻ അല്ലെങ്കിൽ ശൗനകാദി മഹർഷിമാർ. ശൗനാദി മഹർഷിമാർ ഭാഗവതത്തിന് ആദ്യത്തെ അധ്യായത്തിൽ എന്താ പറഞ്ഞത്? വയന്തുന്ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ. ഞങ്ങൾക്ക് മതിയായിട്ടില്ല, ഭഗവത് കഥകൾ കേൾക്കാത്തവരല്ല, കേട്ടിട്ട് മതിയായിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരുമെന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്. നിത്യം നിരീക്ഷമാണ് മതിയായിട്ടില്ല, കണ്ണുകൊണ്ട് മതിയായിട്ടില്ല. വൃന്ദാവനത്തിലെ ഗോപിമാർക്കും അങ്ങനെയല്ലേ? അവർ കുപിതാ നിമേശ്ച, നിമിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ചങ്ങാതി വന്ന് കണ്ണിൽ വന്നിരിക്കുന്നത് കൊണ്ടാണല്ലോ കണ്ണിങ്ങനെ ഇടയ്ക്ക് അടഞ്ഞു പോകുന്നത്. നമ്മളുടെ കണ്ണടഞ്ഞു പോകുന്ന പോലെയല്ല കേട്ടോ, ഉറക്കം വന്നിട്ട് അതല്ല. അവർ നിമ വെട്ടുമ്പോഴേ ആ നിമിഷം പോലും സഹിക്കാൻ കഴിയുന്നില്ല അവർക്ക്. അത്ര നേരം കൃഷ്ണനെ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര ചെറിയൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. ആകെ കൂടി വന്നാൽ 100 കൊല്ലമൊക്കെ ആയുസ്സുണ്ടാവും. അത്ര തന്നെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കൂടി വന്നാലാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളവർക്കൊക്കെ ആരോഗ്യം ഉണ്ടായി വെച്ചിട്ട് 100 കൊല്ലം ആയുസ് ഉണ്ടായിക്കൊള്ളൊന്നൊന്നുമില്ല. പകുതി ഉറങ്ങിപ്പോയി, പിന്നെ എത്ര കുറച്ച് കാലമുള്ളത്? എത്ര പ്രായമായി എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട്? അതിൻ്റെ ഇടയിൽ ഭഗവത് കഥകൾ, ഈ ഭഗവാനെ വാരിയെടുക്കാനായിട്ടൊരു അവസരം കിട്ടുമ്പോൾ അതിലൊരു നിമിഷം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമായിട്ട് തോന്നണ്ടേ? അതുകൊണ്ട് ഭഗവാനെ കണ്ടവരൊക്കെ ഭഗവാന്റെ പിന്നാലെ. ഇനി സമയം വെറുതെ കളയില്ല, കിട്ടിയ അവസരം ഉപയോഗിക്കുന്ന ഭാവത്തിൽ ഭഗവാന്റെ പിന്നാലെ. എതിരെ
കംസനെ വസ്ത്രമൊക്കെ അലക്കിക്കൊണ്ടുവരുന്ന അലക്കുകാരൻ ആ അലക്കിയ വസ്ത്രങ്ങളൊക്കെ കഴുതയുടെ പുറത്തൊക്കെ വെച്ച് എന്താ വന്നുകൊണ്ടിരിക്കുന്നു അലക്കുകാരൻ. ഭഗവാൻ അലക്കുകാരനെ പിടിച്ചു നിർത്തി. അതെ, ഞങ്ങളുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞു പോയി. നിങ്ങളുടെ കയ്യിൽ നല്ല വസ്ത്രം ഉണ്ടാവുമല്ലോ അല്ലേ, ഞങ്ങൾക്കൊക്കെ ഓരോ വസ്ത്രം തരൂ എന്ന്. ശ്രേയസ്സുണ്ടാവും, എനിക്ക് വസ്ത്രം തന്നാൽ നിങ്ങൾക്ക് ശ്രേയസ്സുണ്ടാവും, ഒരു സംശയമില്ല എന്നൊക്കെ ഭഗവാൻ എടുത്ത് പറഞ്ഞു. നാത്ര സംശയ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേ നാത്ര സംശയ. ഇങ്ങനെയൊക്കെ ഭഗവാൻ വാക്ക് കൊടുത്തിട്ടും കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കോ ഇതുപോലുള്ള വസ്ത്രങ്ങളോ ഈ കാണന്മാർക്കോ അടിയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലക്കുകാരൻ ഭഗവാൻ കൈ പരത്തിൽ ഒറ്റ വെട്ട് കൊടുത്തു. വേറെ കുഴപ്പമുണ്ടായില്ല, അയാളുടെ കഴുത്ത തെറിച്ചു പോയി. കഴിഞ്ഞ അവതാരത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്, കഴിഞ്ഞ അവതാരത്തിൽ സീതാദേവിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അലക്കുകാരനാണത്രേ. അന്ന് അതിന് ശിക്ഷ കൊടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴായിക്കോട്ടെ അതിൻ്റെ. അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്ത് നിഗ്രഹം, എന്ത് അനുഗ്രഹം, ഒക്കെ ഭഗവാൻ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ആ അലക്കുകാരനെ നിഗ്രഹിക്കുന്നു അഥവാ അനുഗ്രഹിക്കുന്നു. കഴുതകളൊക്കെ ഓടി പോകുമ്പോഴേക്കും അവരെയൊക്കെ പിടിച്ചു നിർത്തി വസ്ത്രമൊക്കെ വാങ്ങി അവരെ പറഞ്ഞു വിട്ടു. ഇപ്പം ചെറിയ കുട്ടികൾ വലിയ വസ്ത്രം എടുത്ത് നടക്കുക. കാരണം വലിയവർക്കുള്ള വസ്ത്രമാണ് ഇത് കുട്ടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാനും കൗതുകമാണ്. എല്ലാവരും ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുക. ചെറിയ കുട്ടികൾ വലിയ വസ്ത്രം എടുത്ത് നടക്കണം കണ്ടു കഴിഞ്ഞാൽ കൗതുകമാണ്. അപ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് ഒരു തുന്നൽക്കാരൻ വേണ്ട രീതിയിൽ വസ്ത്രമൊക്കെ ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച് വേണ്ട രീതിയിൽ, ഓരോരുത്തർക്കും ഓരോ ഫാഷനാവുമല്ലോ, അല്ലെങ്കിൽ അബദ്ധമാവും ചെയ്യും. വസ്ത്രത്തിനും വളരെയധികം, വസ്ത്രം എടുക്കുന്നതിലും വസ്ത്രം ധരിക്കുന്നതിനുള്ള വസ്ത്രത്തിലും വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പ്രഭാഷണത്തിന് വന്നാൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ടീഷർട്ടും പാൻറ്റും ഇവിടെ നിന്നാൽ നിങ്ങളാരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. ഇവിടെ വരുമ്പോൾ ഒരു വേഷം കെട്ടൊക്കെ വേണം. അങ്ങനെ അല്ല, ഇവിടുത്തേതായിട്ടുള്ള അങ്ങനെയല്ലേ, ഓരോന്നിനും ഓരോ വേഷം വേണം. അപ്പോൾ വേഷം നന്നാക്കി കൊടുക്കാനായിട്ടാണ് തുന്നൽക്കാരൻ വേണ്ട രീതിയിൽ ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. ചില ആൾക്കാർക്ക് ഒട്ടും തടി ഉണ്ടാവില്ല. അപ്പോൾ എന്തായി, ആ തടിയുള്ള വസ്ത്രം വരുമ്പോൾ തടി ഉണ്ട് എന്ന് തോന്നിക്കാൻ പാകത്തിന് വേണം തുന്നി കൊടുക്കാൻ. അങ്ങനത്തെ വസ്ത്രം ധരിക്കേണ്ടത്. നല്ല തടിയുള്ള ഒരാൾക്ക് അതിനേക്കാളും തടിയുള്ളൊരു വസ്ത്രം ധരിച്ചു കൊടുത്താൽ അപ്പോൾ അയാൾക്ക് തടി ഇല്ല എന്ന് തോന്നിക്കാൻ പാകത്തിന് വേണം. ലൗകികമായ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണ്ട, ശ്രദ്ധിക്കേണ്ടേ, എല്ലാത്തിനും ശ്രദ്ധ വേണം. അപ്പം അതിനനുസരിച്ച് തുന്നിക്കൊടുത്തു. അപ്പം നന്നായി അനുഗ്രഹിച്ചു. എന്നും നിനക്ക് ജോലി ഉണ്ടാവട്ടെ, ഭഗവാൻ അനുഗ്രഹം നൽകി. അതുകൊണ്ടായിരിക്കും പിന്നെ ഇപ്പം എല്ലാവരും മിക്കവാറും റെഡിമെയ്ഡ് ഷർട്ടോ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ ഉപയോഗിക്കുക. എന്നാലും എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് ഏതെങ്കിലും തുന്നൽക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതെ അത്യാവശ്യമായിട്ടൊരു 3 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ച് കിട്ടണം, പെട്ടെന്ന് അത്യാവശ്യം വന്നതുകൊണ്ടാണ്, ഒന്ന് അയ്യോ അടുത്ത കൊല്ലത്തേക്ക് നോക്കിയാൽ മതി, തിരക്കാത്രേ. അന്ന് ഭഗവാൻ അനുഗ്രഹിച്ചത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ അനുഗ്രഹം എന്നർത്ഥം. അങ്ങനെ ഇപ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗിയായി കുട്ടികളെ. എല്ലാവരും വീണ്ടും വീണ്ടും കുളിർക്കെ കണ്ടുകൊണ്ട് പിന്നാലെ അങ്ങനെ പോകുമ്പോഴാണ് ദിവസവും ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് കേട്ട് ശ്രീതാമാവെന്നുവരായിട്ടുള്ള ഒരു മാലാകാരൻ മാല ദിവസവും കെട്ടിങ്ങനെ ഭഗവാനെ ചാർത്തും, ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് പൂജാമുറിൽ കൊണ്ട് ചാർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ, മാലാകാരൻ്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു ഭഗവാൻ. അവിടേക്ക് ചെന്ന് ആ മാലയൊക്കെ സ്വീകരിച്ചു. എന്തെന്നില്ലാത്ത സന്തോഷമായി. താൻ അങ്ങോട്ട് പോലും നോക്കാതിരുന്നിട്ട് ഇങ്ങോട്ട് ഓടി വന്നിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഭഗവാനെ വേണ്ടി നമസ്കരിച്ചുകൊണ്ട് മാല സമർപ്പിച്ചതായിട്ടുള്ള അദ്ദേഹത്തിനോട് എന്താ വരം വേണ്ട ചോദിക്കുന്നത് ആരാ? ലക്ഷ്മീപതിയാണ്. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനാണ് എന്താ വരം വേണ്ട ചോദിച്ചപ്പോഴേ ഒന്നും വേണ്ട. സോപി വവ്രേ അചലാം ഭക്തിം തസ്മിന്നേവാഖിലാത്മനി തൽഭക്തേഷു ച സൗഹാർദ്ദം ഭൂതേഷു ച ദയാംബരം. ഭഗവാനിൽ അചഞ്ചലയായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന്റെ തൃപാദങ്ങളിൽ അഹേതുകയായ ഭക്തി ഉണ്ടാവണം. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നും ഭക്തിയല്ല എന്നും പറയാൻ പോണ്ട. പിന്നെ
ഭക്തിയോഗ ബഹുവിധ. ചിലർക്ക് വിഗ്രഹത്തിൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുന്നതാവുള്ളൂ, അപ്പോൾ പ്രാകൃത ഭക്തി. കുറച്ചും കൂടി ഉയർന്നു വരുന്ന സമയത്ത് മധ്യമ ഭക്തിയാവും. കുറച്ചും കൂടി ഉയർന്നു വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭഗവാനെ കാണാറാവും, ഭക്തോത്തമെന്ന് വിളിക്കാം. ഇതിപ്പോൾ മറ്റുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഭാഗവതത്തിൽ പറഞ്ഞത്. ഇയാൾ ഏത് ഭക്തനാ? അല്ല, നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉയർന്നു വരാനായിട്ടാണ്, നാട്ടുകാരെ നോക്കാൻ വേണ്ടിയല്ല. ഒരാൾ നോക്കിയിട്ട് ഇവൻ പ്രാകൃത ഭക്തനാ, മറ്റാൾ മധ്യമ ഭക്തനാ, ഇയാൾ അല്ലല്ല. നമ്മളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനും നമുക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ വിഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന്റെ തൃപാദങ്ങളിൽ അഹേതുകിയായിട്ടുള്ള അഥവാ അചഞ്ചലയായിട്ടുള്ള ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഭക്തന്മാരുമായ സൗഹാർദ്ദം ഉണ്ടാവണം. തൽഭക്തേഷു ച സൗഹാർദ്ദം ഭൂതേഷു ച ദയാംബരാം. സകല ജീവരാശികളോടും കാരുണ്യത്തോടു കൂടിയിട്ട് കാരുണ്യമുള്ളവരായിട്ട് മാറണം. നല്ല ഭക്തന്മാരാവുള്ളൂ. അപ്പോൾ എല്ലാവരോടും കാരുണ്യം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കർമ്മവും ഭഗവത്പരമാക്കി തീർക്കുമ്പോഴാണ്, ഭാഗവധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് ഭക്തനാവാൻ കഴിയുക. ആ രീതിയിൽ ഭക്തന്മാരോടുകൂടി ഭക്തന്മാരോടുള്ള സൗഹാർദ്ദം ഉണ്ടായാൽ എന്താ പ്രത്യേകത? സതാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃൽക്കർണരസായന കഥാ തജ്ജോഷണാദാശവവർഗവർത്മനി ശ്രദ്ധാ രതിർഭക്തിരനുക്രമിഷ്യതി. ഭക്തി ഉണ്ടാവുക ഭക്തന്മാരുമായ സൗഹാർദ്ദം കൊണ്ട്. അവരുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി വരുന്ന ഭഗവത് കഥാമൃതം പാനം ചെയ്യുമ്പോഴാണ് ഭക്തി ഉണ്ടാവുക. ഭഗവത് കഥാമൃതം പാനം ചെയ്യുമ്പോൾ ഭഗവാനിലേക്ക് ഭക്തി ഉണ്ടാവും. എത്രത്തോളം ഭക്തി ഉണ്ടാവുന്നുവോ അത്രത്തോളം വിരക്തി ഉണ്ടാവും. ആ ഭക്തിയും വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാലോ ജ്ഞാനം ഉദിക്കും. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാൻ കഴിയും. പ്രത്യേകാത്മസ്വരൂപനായ ഭഗവാനെ അനുഭവിക്കാൻ കഴിയും. അതിനാണ് 90 അധ്യായങ്ങളിൽ കൃഷ്ണകഥകൾ നിറച്ച് വച്ചിരിക്കുന്നത്. ഈ കൃഷ്ണകഥകൾ കേട്ടാൽ മതി, വേണ്ട രീതിയിൽ കേട്ടാൽ മതി. ഈ കഥകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭക്തി ഉണ്ടാവും. ഇപ്പോൾ കൃഷ്ണകഥകൾ തുടങ്ങുന്ന സമയത്ത് ദശമസ്കന്ധത്തിൽ ആദ്യം ഏത് കഥയാണ് പറഞ്ഞത്? കൃഷ്ണാവതാരം കഴിഞ്ഞ ഉടനെ ഗോപന്മാർ ഒക്കെ മംഗളപദാർത്ഥവുമായിട്ട് കണ്ണനെ കാണാൻ പോയതാ. അങ്ങനെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും ഗോപിമാർ വസ്ത്രം അഴിഞ്ഞു പോയതോ, മുടി അഴിഞ്ഞു വീഴുന്നതോ, മുടിയിലൊക്കെ ചാർത്തിയ മുല്ലമാല അഴിഞ്ഞു വീഴുന്നതോ, വസ്ത്രം അഴിഞ്ഞു വീഴുന്നതോ ഒന്നും അറിയാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആദ്യം നന്നായിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മാല ധരിച്ച് വസ്ത്രങ്ങൾ ധരിച്ച് നല്ല വേഷം കെട്ടി പോകുന്നവർ തന്നെയാണ് ഗോപിമാർ, അല്ലേ? അപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല നമ്മളെപ്പോലെ തന്നെ വേഷം കെട്ടി പോകുന്നവരൊക്കെ തന്നെയാണ്, ദേഹാഭിമാനമുള്ളവർ തന്നെയാണ് ഗോപിമാർ. അത് കഴിഞ്ഞിട്ട് ആ കഥകളിലൂടെ കടന്ന് പോയി കുറച്ച് കഴിയുമ്പോഴോ വസ്ത്രം പോലും അറിയാതെ, വസ്ത്രമൊന്നുമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്ന കാണാം. 2 കൈയും ശിരസിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന കാണാം. കുറച്ച് കഴിയുമ്പോഴോ വ്യത്യസ്ത വസ്ത്രാഭരണാക്കാജിൽ കൃഷ്ണാന്തികമ്യയോ, വ്യത്യസ്ത വസ്ത്രാഭരണങ്ങളായിട്ട് ദേഹാഭിമാനത്തിനൊരു കണിക പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാം. അപ്പോൾ കൃഷ്ണകഥകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നല്ല ദേഹാഭിമാനമുള്ള ഒരു വ്യക്തിയെ ദേഹാഭിമാനത്തിൻ്റെ കണിക പോലുമില്ലാത്ത ദിവ്യാനന്ദ അനുഭൂതിയിലേക്ക് എത്തിക്കുന്നതാണ് വേണ്ട രീതിയിൽ കൃഷ്ണകഥകളിലൂടെ കടന്നുപോയെന്ന്. അതിനാണ് ശരിക്കും ഭക്തന്മാരുമായ സൗഹാർദ്ദത്തിലൂടെ അതാണ് നേടിയെടുക്കാൻ കഴിയുക. ഭക്തി ഉണ്ടാവാൻ ഭക്തേ ഉൽപ്പത്തി സിദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം. ഭക്തി ഉണ്ടാവാനുള്ള എളുപ്പമായിട്ടുള്ള വഴി ഭക്തന്മാരുമായ സൗഹാർദ്ദമാണ്. പണമുള്ളവരുടെ അടുത്ത് പോയാലല്ലേ സമ്പത്ത് ഉണ്ടാവുള്ളൂ, തരാനുള്ള മനസ്ഥിതി കൂടി ഉണ്ടാവണം. എന്നാൽ അതുപോലും വേണ്ട. ഭക്തന്മാരുടെ അടുത്ത് പോകണമെന്നൊന്നും വേണ്ട, അവരുടെ ദർശനം കിട്ടിയാൽ മതി, അവരുടെ ദേഹത്ത് തട്ടി വരുന്ന കാറ്റേറ്റാൽ മതി. ഭക്തി ഉണ്ടാവാൻ വേറൊന്നും വേണ്ട എന്നർത്ഥം. അത്രയും ഭക്ത സത്സംഗത്തിന് മഹത്വമുണ്ട്. അതിനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആ സുദാമാവനെ അനുഗ്രഹിച്ചുകൊണ്ട് വീണ്ടും യാത്രയാവുന്നു. ക്രമേണ 2 ഭാഗത്തും തിക്കും തിരക്കുമാണ്.
ഭഗവാൻ പ്രോട്ടോക്കോളൊക്കെ മറന്നുകൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പോകാനൊരു വഴിയൊക്കെ ഉണ്ടല്ലോ, അത് മറന്നുകൊണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വഴി മാറിപ്പോകുന്നു. എവിടേക്കാ? അവിടെ ഒരു കുറിക്കൂട്ടുകാരി നിൽക്കുന്നുണ്ട്, സൈരന്ധ്രി എന്ന പേര്. സൈരന്ധ്രി എന്ന് വിളിച്ചാൽ അവർ പോലും വിളി കേൾക്കില്ല. 3 കൂനാണ്. ഒരാളെ കാണണമെങ്കിൽ തലകുത്തി നിൽക്കണം, നല്ല കാണുള്ളൂ. അതുപോലത്തെ അവസ്ഥയാണ്. അങ്ങനെ വിരൂപയായിട്ടുള്ള, എന്നാൽ നല്ല കുറിക്കൂട്ടൊക്കെ ഉണ്ടാക്കി കംസനെ കൊടുക്കുന്നവളാണ്. ആ കുറിക്കൂട്ടുകാരുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. സുന്ദരി എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത്. നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കംസൻ്റെ ദാസിയാണ്, സുന്ദര എന്ന് ഭഗവാനെ വിളിച്ചു, കംസന് കുറിക്കൂട്ടൊക്കെ കൊണ്ടുകൊടുക്കുന്നവളാണ്, എന്നാൽ ഇത് അവിടത്തേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെയും കൂട്ടുകാരെയും ബലരാമസ്വാമികളെയും എല്ലാവർക്കും കളഭമൊക്കെ ചാർത്തി കൊടുത്തു. എന്തായാലും എനിക്ക് കളഭം ചാർത്തിയ സൈരന്ധ്രിയെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. തിരിച്ചു പോരുമ്പോൾ അറിയാതെ പറ്റിയതാന്നുള്ള ഭാവത്തിൽ കാലുകൊണ്ടൊരു ചവിട്ടും കൊടുത്തു, താടിക്കൊരു ഇടിയും കൊടുത്തു. അതോട് കൂടിയിട്ട് ത്രൈലോക്യ സുന്ദരിയായിട്ട് മാറി എന്ന് പറയാം. എല്ലാ വളവും തീർന്നു. 3 വളവുണ്ടായിരുന്നു, എല്ലാ വളവും തീർന്നു. ആ നമ്മളും അങ്ങനെ വളവായിട്ട് ജീവിക്കുന്നവരാണല്ലോ. 3 ഗുണങ്ങളെ കൊണ്ട് ഇവിടെ കിടന്നിങ്ങനെ വട്ടം തിരിഞ്ഞ് വളഞ്ഞ് ജീവിക്കുന്നവരാ നമ്മളും. ആ സൈരന്ധ്രിയുടെ വളവൊക്കെ തീർത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചാൽ പോകാൻ ഭാവിക്കുമ്പോഴേക്കും ഉത്തരിയം പിടിച്ച് നിർത്തിയത്ര. ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് വന്നു പോകണം, കഷ്ടം. എന്നും ഭഗവാന്റെ അടുത്ത് എന്നും ഭഗവാൻ വരാനാണ് ആഗ്രഹിക്കേണ്ടത്, എന്നും ഭഗവാനെ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അത് പകരം ഒരു ദിവസം ഭഗവാന്റെ അടുത്ത് ഒന്ന് വരൂ, പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു എന്നർത്ഥം. എങ്ങനെ ഭഗവാനെ സമീപിച്ചാലും, ഏത് ആഗ്രഹത്തോടു കൂടി ഭഗവാനെ സമീപിച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കും. ആചാര്യന്മാർ പറയാറുണ്ട്, നമ്മളിവിടെ നിന്നിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കത്ര എങ്ങനെയാലും. ചിലപ്പോൾ 100 കൊല്ലം വേണ്ടിയിരുന്നു മാത്രമേ ഉള്ളൂ, അല്ല ചിലപ്പോൾ 100 ജന്മങ്ങൾ വേണ്ടിയിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജന്മങ്ങൾ വന്ന് വട്ടം തിരിയാതിരിക്കണമെങ്കിൽ ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടത്. ആഗ്രഹിച്ചാൽ സാധിക്കും, എന്താഗ്രഹിച്ചാലും സാധിക്കേണ്ടി വരുന്നു. എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം വേണ്ടി വരുന്നു. അതുകൊണ്ട് ആഗ്രഹിക്കാതിരിക്കുക നല്ലത്. അത്രയും ജന്മങ്ങൾ കിടന്ന് വട്ടം തിരിയേണ്ടി വരുന്നു. ആരാണ് ഈ സൈരന്ധ്രി? മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയും, ഗർഗഭാഗവത്തിലൊക്കെ പറയും, പണ്ടത്തെ അവതാരത്തിൽ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് കല്യാണം കഴിക്കുമോ ചോദിച്ചു. അയ്യോ ഞാനിപ്പോൾ ഏകപത്നി വ്രതധരനാണ്, ഇപ്പോൾ പറ്റില്ല. വേണമെങ്കിൽ അനുജനോട് ചോദിച്ചോളൂ, അനുജൻ്റെ അടുത്ത് ഇപ്പോൾ ഭാര്യയൊന്നുമില്ല. അനുജൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്നെ ഒന്ന് കല്യാണം കഴിക്കുമോ? അയ്യോ ഏട്ടനും ജാതകം ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് ആലോചിക്കുക പറഞ്ഞ പോഷല്ലേ, അത് വേണ്ട പറഞ്ഞ അങ്ങോട്ടും കണ്ട് തട്ടിക്കളിച്ചു. അവസാനം ആ പരിഷ്കാരിയായിട്ടുള്ള സ്ത്രീ, എന്താ പരിഷ്കാരം? മുറം പോലെ നഖം, മുറം പോലെ ശൂർപ്പ നഖയാണ്. ആ ശൂർപ്പണഖ ലക്ഷ്മണനെയും കൊണ്ടുപോകാനായിട്ട് ഭാവിച്ചപ്പോഴാണ് ഇനി വേറെ ഒരാളെയും കല്യാണം കഴിക്കാൻ തോന്നരുത് എന്നുള്ള ഭാവത്തിൽ, ഇനി ഭഗവാന്റെ അടുത്തേക്ക് എത്തട്ടെ എന്നുള്ള ഭാവത്തിൽ ഒരു പ്രയോഗമൊക്കെ ഉണ്ടായി അന്ന്. അപ്പം അന്ന് ഭഗവാനെ ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് ഭഗവാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അവസരം ഇപ്പോഴാണ് കൊടുക്കുന്നത്. സൈരന്ധ്രി ഭഗവാൻ പിന്നെ പോയിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുമ്പോഴാണ് അവിടെ ദിവ്യമായിട്ടുള്ളൊരു ചാപം പൂജിച്ച് വെച്ചിട്ടുണ്ട്. ആ ചാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശൈവചാപാണ്. അത് എന്ന് ഒടിയുന്നു അന്ന് കംസൻ്റെ നടു ഒടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പൂജിച്ച് വെച്ചിരിക്കുകയാണ്. ആ ധനുര്യാഗത്തിന് വേണ്ടി, ആ ധനുസ്ഥിന് ചെയ്യുന്ന യാഗത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. അവിടെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ഭഗവാൻ ആ ധനുര്യാഗത്തിന് വേണ്ടിയിട്ട് പൂജിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും അവിടെ കാവൽക്കാർ കടക്കരുത് എന്നൊക്കെ ബഹളം കൂട്ടിയ കടന്നു കഴിഞ്ഞു. പ്രദക്ഷിണം വയ്ക്കുന്നതിന് പകരം അപ്രദക്ഷിണമായിട്ട് കടന്നു വരുന്നു. അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആ വില്ലെടുക്കൽ കഴിഞ്ഞു. തുടരുതെന്ന് പറഞ്ഞ് തൊട്ട് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല, കരേണവാമേന സലീലമുദ്ധൃതം, വളരെ നിഷ്പ്രയാസം ഇതാ ഇടത്തെ കൈകൊണ്ട് ആ വില്ല് ഒടിച്ചു എന്നാണ്. ഈ പിറ്റേ ദിവസം കംസവധമാകുന്ന ഉത്സവത്തിന് കേളികൊട്ട് പോലെ വില്ലൊടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കംസൻ്റെ നടു ഒടിഞ്ഞു എന്ന് പറയാലോ. ആനക്കുട്ടികളൊക്കെ വന്ന് കരിമ്പെടുത്ത് കുത്തി ഒടിക്കുന്ന പോലെയാണ് നിഷ്പ്രയാസം ഒടിച്ചത്.
യഥേക്ഷുദണ്ഡം മദകര്യുരുക്രമ. അപ്പോഴേക്കും എതിരായിട്ട് വന്ന കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരെ അപ്പോഴേക്കും ബലരാമസ്വാമികൾ ബലരാമസ്വാമികൾക്കും കൊടുത്തു ഒരു വില്ലിൻ്റെ കഷ്ണം. രണ്ടുപേരും കൂടെ അടിച്ചു ഒഴിച്ചു സകല കാവൽക്കാരെയും. അന്നത്തെ പരിപാടി തൽക്കാലം നിർത്തിവെക്കുകയും എന്നുള്ള ഭാവത്തിൽ തിരിച്ച് ഉപവനത്തിലേക്ക് അല്ലെങ്കിൽ സത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അന്ന് പലരും വിരഹവേദനയോട് കൂടിയിട്ടാണ് കഴിച്ചുകൂട്ടിയത്. ഉറക്കമില്ലാത്തവരായിട്ടായിരുന്നു പലരുടെയും അവസ്ഥ. വൃന്ദാവനത്തിലെ ഗോപിമാരൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, കംസനാണെങ്കിൽ ഉറക്കമില്ല, പിറ്റേ ദിവസം മരിക്കാൻ പോവുകയാണേ, കാളരാത്രിയായിട്ട്. അന്ന് ഒരുപാട് ദുർലക്ഷണങ്ങളും കണ്ടുകൊണ്ടാണ് കംസൻ്റെ കിടപ്പ്. എന്തൊക്കെയോ കണ്ടു കംസൻ, ആകെ ഭയപ്പെട്ടുകൊണ്ട് കംസൻ്റെ അവസ്ഥ. ചാടി എണീറ്റ് കണ്ണാടി നോക്കുമ്പോൾ തല കാണാനില്ല. അതുകൊണ്ട് തന്നെ കാവൽക്കാരെ വിളിച്ച് തല കൊണ്ടുവരും പറഞ്ഞു. ആട്ടത്തല കൊണ്ടുവരും, സ്വന്തം തല കൊണ്ടുവരാനാണ് പറയുന്നത്. ഇങ്ങനെ എന്തൊക്കെയോ ദുർലക്ഷണങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് കംസൻ വളരെ നേരത്തെ എണീറ്റ് യുദ്ധം രംഗമൊക്കെ ഒരുക്കാനായിട്ട് മല്ലന്മാരെ ഏർപ്പാട് ചെയ്തു. അവിടെ വാദ്യങ്ങളൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ കേട്ടാൽ പിറ്റേ ദിവസം ഭഗവാൻ എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും പോയിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഗോപന്മാർ ഞാൻ പതുക്കേ ഉള്ളൂ, എനിക്ക് ദിഗുളൊക്കെ ആദ്യം എനിട്ടുള്ളൂ എന്നുള്ള ഭാവത്തിൽ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭഗവാൻ രാമസ്വാമികളോട് കൂടിയിട്ട് പതുക്കെ മല്ലയുദ്ധരംഗത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവിടെ 10,000 ആനയുടെ ശക്തിയുള്ള ഒരു ആനയുണ്ട്, കുവലയാപീഠം എന്നാണ് അതിൻ്റെ പേര്. അതിനെ വഴിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. കംസന് സ്ത്രീധനായിട്ട് കിട്ടിയ ആനയാണത്രേ. കംസൻ്റെ ഭാര്യമാരാണ് അസ്ഥിപ്രാപ്തി. ജരാസന്ധൻ്റെ പെൺകുട്ടികളാണവർ. ജരാസന്ധൻ തൻ്റെ പെൺകുട്ടികളെ വിവാഹം ആലോചിച്ചപ്പോൾ ഒരു നിയമം വെച്ചു. തൻ്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചവർക്കൊക്കെ നേരാവുന്ന ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം ഒരു പരീക്ഷ നടത്തുക നല്ലതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനാണ് 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ മെരുക്കുന്നവർക്കാണ് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. കംസൻ വില്ലാളി വീരനല്ലേ. കംസൻ ആ 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ മെരുക്കിക്കൊണ്ടുവന്ന് അസ്ഥിപ്രാപ്തി എന്നുള്ള ജരാസന്ധൻ്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ 10,000 ആനയുടെ ശക്തിയുള്ള കുവലയാപീഠത്തെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആനക്കാരനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആ അകത്തേക്ക് മല്ലയുദ്ധത്തിൻ്റെ ആ രംഗത്തിലേക്ക് രാമകൃഷ്ണന്മാർ വരരുത്. അതിനു മുമ്പ് തന്നെ തകർക്കുക അവർ ആനയെക്കൊണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും വന്നുവെങ്കിൽ മാത്രം മല്ലന്മാരുടെ ആവശ്യമുള്ളൂ. അങ്ങനെയാണ് ആനയെ വഴിയിൽ നിർത്തിയേക്കുക. ഭഗവാൻ പറഞ്ഞു, ആനക്കാര അമ്പഷ്ഠ അമ്പഷ്ഠ. അമ്പഷ്ഠ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്, ഒരർത്ഥം മാത്രം പറയാം. ആനക്കാര ആനയെ ഇവിടുന്ന് വഴിയിൽ നിന്ന് മാറ്റിയെടുത്തു, ഇല്ലെങ്കിൽ തന്നെ ആനയും കൂടിയിട്ട് ഞാൻ ലോകത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേരെയാണ് കൊണ്ടുവന്നു. ഭഗവാനാണെങ്കിൽ ആനയെ കളിക്കാൻ കിട്ടിയപ്പോൾ സന്തോഷമായി. പണ്ട് പശുക്കുട്ടികളുടെ കൂടെ കളിച്ചതാണ്. ആനയുടെ വാലുമ കയറി പിടിച്ചു. വാലുമ തൂങ്ങി കളിച്ചപ്പോൾ ആന കിടന്നതിന് വട്ടം തിരിയാൻ തുടങ്ങി. ആനയെ കുറച്ച് വട്ടം തിരിച്ചപ്പോൾ ഞാൻ അതിനും ബുദ്ധിമുട്ടാവണ്ട വെച്ച് നിന്ന് കൊടുത്തു. അപ്പോഴേക്കും കൊമ്പ് കുലുക്കിങ്ങനെ വന്നു. ഭൂമിയിലേക്കാണ് കുത്തി ഇറക്കുമ്പോൾ 2 കൊമ്പിൻ്റെ ഇടയിൽ ഒതുങ്ങി നിന്ന് പിന്നെ സിംഹപരാക്രമത്തോട് കൂടിയിട്ട് ആ മസ്തകത്തേക്ക് ചാടി അടിച്ച് കൊമ്പ് വലിച്ചു ഊരുന്നു. ആനയുടെ കഥ കഴിക്കുന്നു. കൊമ്പ് വലിച്ചു ഊരുമ്പോഴേക്കും രക്തപ്രവാഹമാണ്. ചില രത്നങ്ങളും അതിൻ്റെ ഉള്ളിലൂടെ വരുന്നുണ്ട്. രത്നമൊക്കെ പറക്കിയെടുത്ത് കൂട്ടുകാർ ശ്രീതാമാവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഉത്തരേതേ രാധികായേ ദിശേതി. ഇതുകൊണ്ട് മാലയുണ്ടാക്കിയിട്ട് ഇനി വൃന്ദാവനത്തേക്ക് ഞാനൊന്നും വരുന്നുണ്ടാവില്ല, ഞാൻ അവിടേക്ക് തിരിച്ചു ഞാനൊന്നുമില്ല, അവിടെ പോയിട്ട് രാധാദേവിക്ക് ഒരു മാല ഉണ്ടാക്കിയിട്ട് കൊടുത്തുള്ളൂ കേട്ടോ എന്നും പറഞ്ഞ് ആ ആനയുടെ മസ്തകം അങ്ങനെ അടിച്ച് തകർക്കുമ്പോഴും രാധാദേവിയെ ഓർമ്മ എന്നൊക്കെ നാരായണീയത്തിൽ വേൽപ്പത്തൂർ പറയും. അങ്ങനെ കുലയാപീഠത്തെ വധിച്ച് 2 കൊമ്പുകളാണ്, ഒന്ന് ബലരാമനും കൊടുത്തു. അങ്ങനെ 2 പേരും മല്ലയുദ്ധരംഗത്തിൽ ഇങ്ങനെ പ്രവേശിക്കുന്നു. അവിടേക്ക് അങ്ങനെ പ്രവേശിക്കുമ്പോഴേക്കും ഒരേ
ഭഗവാൻ. എന്നാൽ പലർക്കും പല രീതിയിലാണ് ദർശനം കൊടുത്തത്. മല്ലാനാമശനിർണാം നരവരസ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സതാം ക്ഷിതിഭുജാം ശാസ്ത സ്വപിത്രോ ശിശു മൃത്യുർഭോജവതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗംഗതസാഗ്രജ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ രസങ്ങൾക്കും ആസ്പദമായിട്ടുള്ള ആളാണ് ഭഗവാൻ. സാധാരണ കവികളൊക്കെ സാഹിത്യത്തിൽ പറയും എത്ര രസങ്ങൾ, 9 നവരസങ്ങളെന്ന്. ഇവിടെ നവരസം എന്നല്ല, 10 രസമായിക്കോട്ടെ. 10ാമത് രസം കൂടി ഇവിടെ അങ്ങോട്ട് ചേർത്തു. അത് ഭക്തി രസത്തെ കൂടി ചേർത്തുകൊണ്ട് മല്ലാനാമശനി മല്ലന്മാർക്കിടിവാൾ. അവിടെ മല്ലന്മാർ നിൽക്കുന്നുണ്ട്. ചാണൂരെന്ന് മുഷ്ടിക്കാൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ തയ്യാറായിട്ട് അടിക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താ വജ്രായുധം, ഇന്ദ്രൻ്റെ വജ്രായുധം വരുന്ന പോലെ, ഇടിവാൾ വരുന്ന പോലെ തോന്നി ഇത്രേ. അവിടെ രൗദ്രം, നവരസങ്ങൾ ഏതൊക്കെയാണ്? രൗദ്രം തുടങ്ങിയിട്ടുള്ളത്. രൗദ്രം, അദ്ഭുതം, ശൃംഗാരം, ഹാസ്യം, വീരം തുടങ്ങിയിട്ടുള്ള, കരുണം, ഭയാനകം, ബീഭത്സം, ശാന്തം. ഈ ശാന്തത്തെ 2ആക്കി അത് ഭക്തി എന്ന് കൂടി ചേർത്ത് 10 രസങ്ങൾ ഒരേ ഭഗവാൻ തന്നെ പലർക്കും പല രീതിയിൽ ദർശനം കൊടുത്തു എന്ന്. ഇങ്ങനൊരു രംഗം ഭാഗവതത്തിൽ ഒരേ സമയത്ത് പല ഭാവത്തിൽ ദർശനം കൊടുക്കുന്ന ഒരു സംഭവം ഭാഗവതത്തിൽ ഇല്ല എന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അപ്പോൾ ആ ക്രോധം എന്നുള്ള സ്ഥായി ഭാവത്തെ കാണിച്ചുകൊണ്ട്, രൗദ്രരസം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മല്ലന്മാർക്ക് ആ രൗദ്രരസമാണ് കാണിച്ചു കൊടുത്തത് എന്നർത്ഥം. മല്ലന്മാർക്കിടിവാൾ നൃണാം നരവര. അവിടെ ജനങ്ങൾക്കൊക്കെ ഈ ഭരണാധികാരിയെ കൊണ്ട്, ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു ഭരണാധികാരി വരുന്ന പോലുള്ള അനുഭവം ഉണ്ടായി. നരവര, നൃണാം നരവര. അപ്പം എന്താ അവിടെ സ്ഥായി ഭാവം? അത്ഭുതമാണ്. ഇതൊന്നൊരു രക്ഷയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു വിസ്മയമായിട്ട്, ആ വിസ്മയം എന്നുള്ള സ്ഥായി ഭാവത്തോട് കൂടിയിട്ട് അത്ഭുതരസത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ദാ നൃണാം നരവര സ്ത്രീണാം സ്മര മൂർത്തിമാൻ. സ്ത്രീകൾക്ക് കാമദേവൻ തന്നെ വരുന്ന പോലെ അവിടെ സ്ഥായി ഭാവം, മാധുര്യം അല്ലെങ്കിൽ രതി, അതിൻ്റെ പ്രകടിപ്പിക്കുന്ന ശൃംഗാരരസത്തോട് കൂടിയിട്ട് സ്ത്രീകൾക്ക് കാമദേവൻ വരുന്ന പോലെ തന്നെ. എല്ലാ ദേവനായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. കാമദേവൻ തന്നെ വരുന്ന പോലെ തോന്നി ആ ദിവ്യ സൗന്ദര്യം കണ്ടപ്പോൾ. ഗോപാനാം സ്വജന, ഗോപന്മാർക്ക് തങ്ങളുടെ സ്വന്തം കൃഷ്ണൻ. ആ ഭഗവാൻ അങ്ങോട്ട് പുഞ്ചിരി തൂക്കിയിട്ട് വരുമ്പോഴേക്ക് ആ ഹാസം എന്നുള്ള സ്ഥായി ഭാവത്തോട് കൂടി വരുന്ന കണ്ടപ്പോഴേ ഹാസ്യരസത്തെ കാണിച്ചുകൊണ്ട് ഗോപന്മാർക്ക് സ്വന്തം കൂട്ടുകാരൻ കൃഷ്ണൻ വരുന്ന പോലെ സന്തോഷമായി അവർക്കൊക്കെ. അസതാം ക്ഷിതിഭുജാം ശാസ്ത. ദുഷ്ടന്മാരായ ഭരണാധികാരികൾക്ക് തങ്ങളെയൊക്കെ അടക്കി ഭരിക്കുന്ന ശാസ്താവ് ചക്രവർത്തി വരുന്ന പോലെ തോന്നി. ഇവിടെ ആ ദുഷ്ടന്മാരെ മുഴുവൻ അമർച്ച ചെയ്യാനുള്ള യുദ്ധോത്സാഹത്തോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ആ സ്ഥായി ഭാവമാണ്. വീരരസത്തെ കാണിച്ചുകൊണ്ടാണ് അവിടെ ഭഗവാൻ ദർശനം കൊടുത്തത്. അതുപോലെ സ്വപിത്രോ ശിശു, നന്ദഗോപർക്ക് ഒക്കെ അല്ലെങ്കിൽ മാതൃഹൃദയമുള്ളവർക്കൊക്കെ സ്വന്തം ഉണ്ണി വരുന്ന പോലെ തോന്നി. പ്രത്യേകിച്ചും കഷ്ടപ്പെടുന്ന അമ്മമാർക്ക്, ഇപ്പോൾ ദേവകീ ദേവിയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ യശോദമ്മ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശോകം, ഈ കംസൻ്റെ ഭരണം കൊണ്ട് ശോകം ഉണ്ടായിട്ടുള്ള മാതൃഹൃദയമുള്ളവർക്കൊക്കെ പലർക്കും അമ്മമാർക്കൊക്കെ തോന്നി, എന്താ ഈ കുട്ടിക്ക് കംസനെയൊക്കെ ഉപദ്രവിക്കാൻ ഈ മല്ലന്മാരൊക്കെ എതിർക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്വന്തം ഉണ്ണി, അപ്പോൾ അവർക്ക് അങ്ങനെയാണ്, അവർ കരുണരസമാണ് അവർക്കൊക്കെ ഉള്ളത്. കരുണരസത്തെ കാണിച്ചുകൊണ്ട് സ്വപിത്രോ ശിശു, സ്വന്തം ഉണ്ണി വരുന്ന പോലെ തോന്നി മാതൃഹൃദയമുള്ളവർക്ക്. മൃത്യുർഭോജപതേ,
മാളികയുടെ മുകളിൽ കംസൻ ഞെളിഞ്ഞിരിക്കുന്നുണ്ട്. ആ കംസന് മരണം വരുന്ന പോലെ തോന്നി. ഭയപ്പെടുത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഭയാനകമാകുന്ന ആ ഭയാനകം എന്നുള്ള രസത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ആ ഭയമാകുന്ന സ്ഥായി ഭാവത്തോടു കൂടിയ ഭയാനകരസം അതിനെ കംസനിലുണ്ടാക്കി എന്നർത്ഥം. കംസന് ഭയം ഉണ്ടാക്കി. വിരാടവിദുഷാം, അവിദുഷാം, അറിവില്ലാത്ത ആൾക്കാർ, സാധാരണക്കാർ കാഴ്ച കാണാൻ വന്ന സാധാരണക്കാർ ആൾക്കാരുണ്ട്. അവർക്ക് തോന്നി ഇതൊരു കോമാളി, വിരാട്. അറിവില്ലാത്തവർക്ക് അങ്ങനെ തോന്നുക. ഇപ്പോൾ കൃഷ്ണൻ അങ്ങനെ വന്നു, നമ്മുടെ വേദിയിലേക്കാണ് കടന്നു വന്നു എന്ന് വിചാരിക്കുക. ഇതേ വേഷത്തിൽ എങ്ങനെ എന്തോ ചില പട്ട കൊടുത്തിട്ടുണ്ട്, കാലത്ത് കുളിച്ചിട്ടുണ്ടോ ഒന്നും പോലും അറിയില്ല. ഇന്ന് തലേ ദിവസം സൈരന്ധ്രി തേച്ച് വെച്ചതായിട്ടുള്ള എന്തൊക്കെയോ കളഭമൊക്കെ ഉണ്ട്, മണ്ണും പൊടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ ആനയുടെ രക്തമുണ്ട്, പൊടിയും ചളിയൊക്കെ ഉണ്ടാവും ഈ നടന്നു വരുമ്പോഴേ. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോമാളി. അപ്പോൾ നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആത്മാവായിട്ടുള്ള ആളല്ലേ. ഇപ്പോൾ ഭർത്താവായിട്ട് ഭഗവാനെ തന്നെ കണക്കാക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ കൃഷ്ണനെ കണക്കാക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവോ, നമ്മുടെ പ്രിയപ്പെട്ട കാമുകനോ, അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു യുവാവ് അല്ലെങ്കിൽ യൗവനം കഴിഞ്ഞിട്ടൊരാൾ ഇതേപോലെ വേഷം കിട്ടി വന്നാൽ എന്താണ്ടാവുക? ഭഗവാനെ പോലെ പീതാംബരപ്പെട്ട കൊടുത്ത് മുടിയൊക്കെ അങ്ങനെ കെട്ടിവെച്ച് പീലി തിരികെ വെച്ച് ഗോപിയൊക്കെ തുറി. നമ്മളൊക്കെ കൃഷ്ണനെ വേഷം കെട്ടിക്കുമ്പോൾ, ഞങ്ങളൊക്കെ പൂജയൊക്കെ കഴിക്കുമ്പോൾ അലങ്കരിക്കുമ്പോൾ എവിടുന്നെങ്കിലും നല്ലൊരു റോസാപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ചെവിയിൽ കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ റോസാപ്പൂവല്ല കൊണ്ടുവരും, ആരെങ്കിലും കൊണ്ടുവന്നത് എന്താ, ചെമ്പരത്തി പൂവാ, അത് ചെവിയിൽ കൊണ്ടുവയ്ക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ ഭർത്താവോ നമ്മുടെ പ്രിയപ്പെട്ട ആൾ ഇവിടേക്കാണ് വന്നാൽ എന്താ ഉണ്ടാവുക? ഒരു കോമാളി എന്നല്ലേ തോന്നുക. അപ്പോൾ അറിയാത്തവർക്ക് കോമാളി തന്നെയാണ് ഭഗവാൻ. ഇങ്ങനെയൊക്കെ വേഷം കെട്ടി വന്നാൽ കോമാളി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഓരോ ഭഗവാന്റെ കയ്യിൽ വേണു ഉണ്ടെങ്കിൽ മഹാദേവൻ തന്നെയാണ് വേണുമായിട്ട് വന്നിരിക്കുന്നത്. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എന്തൊക്കെ അലങ്കാരമുണ്ടോ, ഓരോ ദിവ്യന്മാരാണ്, ഓരോ ദിവ്യ തത്വങ്ങളാണ് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഒരു അറപ്പ് ജുഗുപ്സയാകുന്ന സ്ഥായി ഭാവത്തോട് കൂടിയിട്ടാണ് ബീഭത്സരസത്തെ സാധാരണക്കാരിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് കൊടുത്തത്. ഇനി തത്വം പരം യോഗിനാം, യോഗികൾക്ക് പരമതത്വം തന്നെ വരുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ ഉണ്ടാവുന്ന ആ ശാന്തിയാകുന്ന സ്ഥായി ഭാവത്തോടു കൂടിയ ശാന്തരസം യോഗികൾക്ക് അനുഭവപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ അവിടെ പ്രവേശിച്ചത്. ഇനി തത്വം വൃഷ്ണീനാം പരദേവതേതി. ഇപ്പം നവരസങ്ങളുടെ ഭാവങ്ങൾ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ 10ാമത്തെ രസം, ഈ ശാന്തി എന്നുള്ള ഭാവം തന്നെ നമുക്ക് രണ്ടായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ വൃഷ്ണീനാം പരദേവത. വൃഷ്ണികൾക്ക് ഇതാ ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള ഗുരുവായൂരപ്പൻ, ആ പരദേവതയാണല്ലോ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ഗുരുവായൂരപ്പൻ തന്നെയായിട്ട് ഭക്തി എന്നുള്ള രസത്തെ കാണിച്ചുകൊണ്ട് പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ആ പ്രേമസ്വരൂപമായിരിക്കുന്ന ഭക്തിയാകുന്ന സ്ഥായി ഭാവം യാദവന്മാർക്ക് ഉണ്ടായി. അങ്ങനെ നവരസമല്ല 10 രസങ്ങളെ കാണിച്ചുകൊണ്ട് 10 തരത്തിൽ ദർശനം കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ആ മല്ലയുദ്ധ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗ രസനിഷ്പത്തി എന്നൊക്കെ സാഹിത്യകാരന്മാർ പറയും. അങ്ങനെ നവരസങ്ങളുണ്ടെങ്കിൽ എല്ലാ 10 രസങ്ങളും, അല്ലെങ്കിൽ ആ നവരസത്തിൽ അവസാനം പറഞ്ഞ ശാന്തം എന്നുള്ള രസത്തെ രണ്ടാക്കി തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 എന്ന് കണക്കാക്കുക, ഭക്തി കൊണ്ട് കൂട്ടിച്ചേർത്ത്. അങ്ങനെ 10 തരത്തിലുള്ള ഭാവങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ പലർക്കും പല രീതിയിൽ ദർശനം കൊടുത്തുകൊണ്ട് ആ മല്ലയുദ്ധരംഗത്തിലേക്ക് പ്രവേശിച്ചത്. ഭഗവാന്റെ ദിവ്യമായ സ്വരൂപം ആവോളം നുകർന്നു. എന്താ, കണ്ണുകൊണ്ട് വാരി കുടിച്ചു എന്നൊക്കെ വേണം പറയുക. കാര്യം കുടിക്കലോ ആയതുകൊണ്ടാണെങ്കിലും നമ്മളോടും പറഞ്ഞില്ലേ, പിബത ഭാഗവതം രസം ആലയം, ചെവി കൊണ്ട് കുടിച്ചോളൂ എന്ന് പറയണില്ലേ. കണ്ണുകൊണ്ട് കുടിക്കാം. കണ്ണുകൊണ്ട് വാരി കുടിച്ചു. അവിടെ നിന്നുള്ള ജനങ്ങളൊക്കെ ഭഗവാന്റെ ദിവ്യമായ ആ സ്വരൂപത്തോടു കൂടി വന്നിരിക്കുന്ന രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് മതിയാവുന്നില്ല അവർക്ക്. പിബന്തൈവ ചക്ഷുർഭ്യാം ലിഹന്തൈവ ജിഹ്വയാ ജിഘ്രന്തൈവ നാസാഭ്യാം സൃഷ്യന്തൈവ മാഹുഭി, സകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ വാരിയെടുത്തു. അവർ പരസ്പരം പറയാൻ തുടങ്ങി, ഇതാരാ വന്നിരിക്കുന്നതെന്നറിയോ? ജഗദീശ്വരനായിട്ടുള്ള ഭഗവാനാണ്. ഈ കൃഷ്ണനാണ് പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത്.
ഇനി പൂതനാമോക്ഷം മുതലുള്ള സകല കഥകളും വേണമെങ്കിൽ പറയാം, കാരണം അതൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ തുടങ്ങിയ ജനങ്ങൾ, കാരണം കേട്ട് കേട്ട് ഭഗവാനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത ആളാണ്, ശകടാസുരന് മോക്ഷം കൊടുത്താണ്, തൃണാവർത്തന് മോക്ഷം കൊടുത്ത ആളാണ് എന്നിങ്ങനെ ഭഗവാന്റെ ലീലകൾ മുഴുവൻ അവരവിടെ നിന്ന് പറയാൻ തുടങ്ങി. 7 ദിവസം ഈ വലിയ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് നിന്ന ആളായി കൃഷ്ണൻ എന്ന് ഭഗവാന്റെ മഹത്വം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മല്ലന്മാർ വന്നു. ചാണൂരൻ പറഞ്ഞു, നിങ്ങൾ നല്ല യോദ്ധാക്കളാണെന്ന് നമ്മുടെ ചക്രവർത്തി അറിഞ്ഞിട്ടുണ്ട്. ചക്രവർത്തിക്ക് പ്രിയമായിട്ടുള്ള കാര്യം ചെയ്യലാണ് നമ്മുടെ പ്രജകളുടെയൊക്കെ ധർമ്മം. അതുകൊണ്ട് നിങ്ങളുടെ യുദ്ധം കാണാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ്, ഞങ്ങളോട് യുദ്ധത്തിന് വരൂ എന്ന് ചാണൂരൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേശകാലോചിതമായിട്ടുള്ള വാക്കുകൾ അവിടെ പ്രകടിപ്പിച്ചു. എന്താ പറഞ്ഞത്? അതെ, ഞങ്ങൾ കുട്ടികളല്ലേ, ബാലാവയം, നിങ്ങൾ വലിയ ഭീകരന്മാർ, ഞങ്ങളുടെ യുദ്ധം കാണണമെന്നല്ലേ ഇപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം. ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാം, നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തോളൂ, ആരാ ജയിക്കാൻ നോക്കാം എന്നൊക്കെ ഭഗവാനും. തുല്യരായിട്ടുള്ള ആൾക്കാരല്ലേ യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ ഭഗവാനും പറഞ്ഞു. അപ്പോഴേക്കും ചാണൂരൻ, ന ബാലോ ന കിഷോരസ്തും, നിങ്ങൾ കുട്ടികളൊന്നുമല്ല, കിഷോരന്മാരൊന്നുമല്ല, ഇത്ര വലിയ ആനയെ അടിച്ചു കൊന്ന നിങ്ങളോ കുട്ടികളോ, മര്യാദയ്ക്ക് യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. അത്രയും നിർബന്ധം അയച്ചാൽ ധൃതി അയച്ചാവാം എന്നുള്ള ഭാവത്തിൽ അവരോട് യുദ്ധത്തിന് തയ്യാറായി നിന്നു കൊടുത്തു. അവർ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ കാലുകൊണ്ട് തടുക്കും, കൈകൊണ്ട് ഇടിക്കുമ്പോൾ ഹസ്താഭ്യാം ഹസ്തയോർ ബദ്ധ്വ, കൈകൊണ്ട് അടിക്കാൻ വരുമ്പോൾ കൈകൊണ്ട് തടുക്കുക, കാലുകൊണ്ട് ചവിട്ടിയ കാലുകൊണ്ട്, ഇങ്ങനെ ആദ്യം തടുക്കൽ മാത്രമായിട്ട് നിന്ന് കൊടുത്തു. അപ്പോഴേക്കും അവിടെയുള്ള ജനങ്ങളൊക്കെ കഷ്ടം, ഇത് അന്യായമാണ്, അധർമ്മമാണ്, ഈ ചെറിയ കുട്ടികളോട് ഇത്ര വലിയ ഭീകരന്മാർ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയാൻ തുടങ്ങി അവരൊക്കെ. ഇത് ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഭഗവാൻ എങ്ങനെ നോക്കിക്കൊണ്ട് അവർ പറയുന്നു, പുണ്യാവത വ്രജഭൂവോ, വ്രജഭൂമി എത്ര പുണ്യം ചെയ്തിരിക്കുന്നു. ഈ ഭഗവാന്റെ ഈ ജഗദീശ്വരനായിട്ടുള്ള ഈ രാമകൃഷ്ണന്മാരെ കാണാനുള്ള ഭാഗ്യം അവർക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നു. വ്രജഭൂമി എത്ര പുണ്യം ചെയ്തിരിക്കുന്നു, വൃന്ദാവനം എത്ര പുണ്യം ചെയ്തിരിക്കുന്നു. ഈ കൃഷ്ണനെ ഇത്ര കാലം അവർക്കല്ലേ സ്വന്തമായത്. ഗോപിമാരെ ഗോപ്യ തപ കിം അചരൻ, ഗോപിമാരെ എന്ത് തപസ് ചെയ്തിരിക്കുന്നു. അവരെ എന്ത് പ്രവൃത്തി എടുക്കുകയാണെങ്കിലും ഗോവിന്ദ ദാമോദര മാധവാന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. കാലത്ത് എഴുന്നേറ്റ് തൈര് കണയാണെങ്കിലും മുറ്റടിച്ചു വാരുകയാണെങ്കിലും പാല് കാച്ചുകയാണെങ്കിലും പശുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഒക്കെ ഗോവിന്ദ ദാമോദര മാധവ. പണ്ടൊക്കെ ആനന്ദത്തോട് കൂടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഭഗവത് വിരഹത്തോട് കൂടിയിട്ട് ഗോവിന്ദ ദാമോദര മാധവ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. എന്തൊരു ഭാഗ്യമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആ വൃന്ദാവനത്തിൻ്റെയും ഗോപിമാരുടെയും ഒക്കെ ഭാഗ്യത്തെ ആ ജനങ്ങളിങ്ങനെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്കൊക്കെ കഴിഞ്ഞ് സങ്കടമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഓരോരോ മല്ലന്മാരെ പിടിക്കുക, അടിക്കുക. ശബ്ദം ഇങ്ങനെ കേട്ടു അത്രേ. ഭാഗവതത്തിൽ ആ ശബ്ദം ഇങ്ങനെ കേൾക്കാം, ഭൂപൃഷ്ഠേ പോഥയാമാസ. ഓരോ മല്ലന്മാരായിട്ട് തന്നെ അടിക്കണ ശബ്ദം ഇങ്ങനെ കേൾക്കാം. കുറേ പേരെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തിയപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് ഓടി. അപ്പോഴേക്കും അവിടെ യുദ്ധത്തിലെ വാദ്യക്കാരൊക്കെ വാദ്യമേളങ്ങൾ ഉച്ചത്തിലാക്കി. അപ്പോഴേക്കും കംസൻ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. എന്താ അത്? ഈ വസുദേവരുടെ നിസ്സാരേത ദുർവൃത്തവും വസുദേവാത്മജോ ധനം ഹരത ഗോപാനം, ഗോപന്മാരുടെ ധനം കണ്ടുകെട്ടുക, നന്ദഗോപരെ പിടിച്ചു കെട്ടുക, വസുദേവരെ നിഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഭഗവാനാ അമ്മാവന് ധൃതിയുണ്ട്. പതുക്കെ ലഖിമ എന്നുള്ള ഒരു സിദ്ധിയെ സ്വീകരിച്ചിട്ട് ഒറ്റ ചാട്ടം മഞ്ഞത്തിൻ്റെ മുകളിലേക്ക്, ഒറ്റ തട്ട് താഴത്തേക്ക് കംസനെ അങ്ങോട്ട് താഴത്തേക്ക് വീഴുമ്പോഴേക്കും ഒറ്റ ചാട്ടം മാറടത്തേക്ക്. പെടോ എന്ന് പറഞ്ഞ മാറടത്ത് ആരാ വന്നിരിക്കുന്നത്? വീണത് മരുമകനാ. അതങ്ങനെ വന്ന് ആ കൃഷ്ണനങ്ങനെ വന്ന് വീഴുമ്പോഴേക്കും കണ്ണടച്ചു. ഇത്ര കാലം വിഷ്ണു 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 ഭയാത് കംസ, ഊണിലും ഉറക്കത്തിലും വിഷ്ണു 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 സ്മരിച്ചിട്ട് ഈ അവസാനം കണ്ണടക്കുക, കണ്ണ് തുറപ്പിക്കാൻ തീരുമാനിച്ചു. കഴുത്തിലൊന്ന് തൊട്ടു, അപ്പോൾ കണ്ണു തുറന്നു. പണ്ട് പറയാറുള്ളതാണ് അമ്മ, കാലാട്ടരുത്, ഇമ്മട്ടു കാലാട്ടരുതോ മനെ നിൻ. കാലാട്ടി എന്താ കുഴപ്പം? അമ്മ ആയുസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോട് പറഞ്ഞു നേരും. എന്തോ നനച്ചൊന്നു ചിരിച്ചു കണ്ണൻ. ഒന്ന് ചിരിച്ചു അത്രേ. അമ്മയ്ക്ക് എന്താ അർത്ഥം മനസ്സിലായില്ല. അമ്മാവിന് കുറച്ച് ആയുസ് കുറയട്ടെ, എന്നിട്ട് വേണം അമ്മാവൻ്റെ കഴുത്ത് പിടിച്ച് ചിരിച്ചു കൊള്ളാൻ. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ.
അമ്മാവൻ കണ്ണടച്ചപ്പോൾ കഴുത്തിലും തൊട്ടു. അമർത്തി തൊട്ടാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ കണ്ണു തുറന്നപ്പോഴോ ദദർശ ചക്രായുധമഗ്രതോ യസ്തദേവരൂപം ദുരവാപമാപ. ശംഖചക്ര ഗജാവത്മത്തോട് കൂട്ടിയുള്ള ദിവ്യ സ്വരൂപമാണ് അന്ത്യത്തിൽ കംസന് കാണിച്ചു കൊടുത്തത്. എന്തൊരു ഭാഗ്യശാലിയാണ് കംസൻ. എത്രയോ കാലമായിട്ട് ചെയ്ത കർമ്മത്തിന് ഫലം കിട്ടിയിരിക്കുന്നത്. ഊണിലും ഉറക്കത്തിലും ഓരോ ശ്വാസത്തിലും വിഷ്ണു 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 ഭയത്തോട് കൂടിയിട്ടാണെങ്കിലും ഭഗവാനെ സ്മരിച്ചു. ഏന പ്രകാരേണ മനഃകൃഷ്ണേ നിവേശയേൽ. ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടാൽ സദ്ഗതിക്ക് കാരണമായി തീരും. ഭയത്തോട് കൂടിയിട്ടാണെങ്കിലും നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ച കംസന് സദ്ഗതിയെ കൊടുത്തത് ശംഖചക്ര ഗദാവൽമത്തോട് കൂടിയിട്ടുള്ള ദിവ്യസ്വരൂപം. ഭാഗവതത്തിൻ്റെ സാരമായിട്ട് ശുഖബ്രഹ്മർഷി ആദ്യം എന്താ പറയുന്നത്? എല്ലാ ശാസ്ത്രങ്ങളും സാരം എന്താ? ജന്മലാഭപരപുംസാം അന്തേ നാരായണ സ്മൃതി. സ്മരണയല്ല, നാരായണനെ കുളിർക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ദേഹം വെടിയാൻ കംസന് കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയോ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അശ്രമമാരെ മോചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഉഗ്രസേന മഹാരാജാവിനെ രാജാവാക്കുന്നു. അച്ഛനെയും അമ്മയെയും രക്ഷിക്കേണ്ടത് കുട്ടികളുടെ കർത്തവ്യമാണ്. ഞങ്ങൾക്കിനി ഇത്ര കാലം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാൻ കഴിയാത്തത് കൊണ്ട് നരകത്തിൽ പോയിട്ട് സ്വന്തം മാംസം കഴിക്കേണ്ടി വരുമോ? അതിനൊന്നും ഇടവരുത്തരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മായ പ്രയോഗിച്ചുകൊണ്ട് അച്ഛനമ്മമാരൊന്ന് മോഹിപ്പിച്ചത്. തൽക്കാലം അവരെല്ലാം മറന്നുപോയി. പിന്നെ ഭഗവാന്റെ ആ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏത് രീതിയിലായാലും വേണ്ടില്ല, നമ്മൾ മനസ്സ് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് സദ്ഗതിക്ക് കാരണമായി തീരും. ഭഗവാനെ നിരന്തരമായിട്ട് സ്മരിക്കാറാവാൻ അതിനാണ് ഈ മധുരമായ കഥകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിരത്തി വച്ചിരിക്കുന്നത്. ഈ കഥാശ്രവണം കൊണ്ട് തന്നെ ഭഗവത് സാക്ഷാത്കാരം നമുക്ക് നേടാൻ കഴിയും എന്ന് കപില മഹർഷി പറഞ്ഞു തുടങ്ങിയതാണ്. സതാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃൽക്കർണരസായന കഥ തജ്ജോഷണാദാശ്വപവർഗവർത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ഭക്തി ഉണ്ടാവാൻ ഭഗവത് കഥാശ്രവണം മതി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സാഖ്യയോഗം തത്വവിചിന്തനമൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ജ്ഞാനയോഗത്തെക്കുറിച്ച് വർണ്ണിച്ചു, ധ്യാനയോഗത്തെ വർണ്ണിച്ചു. അവസാനം ഭക്തിയോഗം ബഹുവിധ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയോഗം തന്നെ പറഞ്ഞ് എല്ലാം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും എന്താ വേണ്ടത്? ഈ മധുരമായ കൃഷ്ണകഥകളിലൂടെ കടന്നു വരാൻ സാധിക്കട്ടെ. ഇതൊരു ഭാഗ്യം തന്നെയാണ് ഭഗവാനെ സ്മരിക്കാൻ കഴിയാമെന്ന്. ജീവിതത്തിൽ 1 മണിക്കൂർ ഭഗവാനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലുത് എന്താണുള്ളത്? ആ പുണ്യത്തിൻ്റെ മുൻപിൽ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു യാത്ര എനിക്ക് നടത്താൻ കഴിഞ്ഞു. അത് ഹംപിയിലാണ്. ആ ഹംപിയിൽ 700 കൊല്ലം മുൻപ്, 700-ലും കൂടുതൽ കൊല്ലം മുമ്പ് വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇത്ര അവിടെ. ആ വലിയ സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, അതൊക്കെ തകർത്തു മറ്റുള്ള ഭരണാധികാരികൾ വന്നിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള അവരെ ഭീകരന്മാരെന്ന് പറയട്ടെ, ഭീകരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ വന്നിട്ട് അതൊക്കെ തകർത്തു എന്ന് മാത്രമല്ല, അവിടെ ഒരു വിഗ്രഹം പോലും, അവിടുത്തെ പ്രത്യേകത ഒരു വിഗ്രഹത്തിൽ ചെറിയൊരു കേട് വന്നാൽ പിന്നെ ഉപയോഗിക്കില്ല. അവിടെയുള്ള സകല ക്ഷേത്രങ്ങളിലും ഉള്ള സകല വിഗ്രഹങ്ങളും എവിടെയെങ്കിലും ഒരു അംഗവൈകല്യം ഉണ്ടാക്കാതെ അവർ പോയിട്ടില്ല. അതിന് ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് 5-6 മാസം. ഇതൊക്കെ തകർത്തു. വലിയ എന്താ പറയുക, ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ വലിയ സാമ്രാജ്യത്തെ തകർത്തു അവർ തകർത്തുവെങ്കിലും അന്ന് എഴുതി വെച്ച അന്നത്തെ ഭരണാധികാരികൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അന്ന് എഴുതി വെച്ച ചില ഭക്തന്മാരായ മഹാത്മാക്കൾ, സംഗീതജ്ഞന്മാർ, ഭാഗവതന്മാർ പാടിവെച്ച കീർത്തനങ്ങൾ തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആ കീർത്തനങ്ങളിലൂടെ ഭഗവാന്റെ മഹത്വം വർണ്ണിക്കുന്ന ആ കീർത്തനങ്ങൾ ഇന്നും ഭക്തന്മാർ പാടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇന്നത്തെ എല്ലാം തകർക്കുന്നു എന്ന് വരാം, പക്ഷേ ഈ ഭഗവാനെ സ്മരിക്കുന്ന, ഭഗവാനെ സ്മരിച്ച നിമിഷങ്ങൾ ഒരിക്കലും തകരാൻ പോകുന്നില്ല. അപ്പോൾ ദേഹം വെടിഞ്ഞു പോയ മഹാത്മാക്കളും ഇന്നും നമുക്ക് സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹവും ദേഹം വെടിഞ്ഞുവെങ്കിലും ഇപ്പോഴും നമുക്ക് സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇപ്പോഴും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സ്വാധീനം കൊണ്ടാണ് നമുക്കിത് ഇതുപോലെ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ, ഇങ്ങനൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. മഹത് പരമ്പരയുടെ മുൻപിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും അരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.